ആരോഗ്യ കേരളം പലപ്പോഴും ലോകത്തിന് തന്നെ മാതൃകയാണ് എങ്കിലും ആരോഗ്യരംഗത്തെ ചില പുഴുക്കുത്തുകൾ നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ സ്റ്റെന്റ് വിതരണ കമ്പനികൾ നേരിടുന്ന പ്രതിസന്ധി. മുഴുവൻ സ്റ്റോക്കുകളും തിരിച്ചെടുക്കും എന്നുള്ളതാണ് സ്റ്റെന്റ് കമ്പനികൾ നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോഴിതാ ആ നടപടിയിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദ്രോഗ ചികിത്സ ഉൾപ്പെടെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഭീമമായ തുക കുടിശ്ശിക വന്നതോടെ കോട്ടയം ഉൾപ്പെടെയുള്ള 4 ആശുപത്രികളിലെ സ്റ്റെന്റുകൾ വിതരണ കമ്പനികൾ തിരിച്ചെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും ഉപകരണങ്ങളാണ് തിരിച്ചെടുക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. 18 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവതിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച കേസിലെ പ്രതി ബെഞ്ചമിനെ കൂടുതൽ തെളിവെടുപ്പുകൾക്കായി കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. തെളിവെടുപ്പിന്റെ ഭാഗമായി സംഭവം നടന്ന ഹോസ്റ്റൽ മുറിയിലും സമീപത്തും മോഷണം നടത്തിയ വീടുകളിലും ഇയാളെ എത്തിക്കും. ബെഞ്ചമിൻ കഴക്കൂട്ടത്ത് ഇതിനു മുമ്പും മോഷണ ശ്രമം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഇയാൾക്കെതിരെ തമിഴ്നാട്ടിലടക്കമുള്ള കേസുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം.